റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. രാജ്യത്തിന്റെ ഭൂരിഭാഗം മേഖലകളും ചൊവ്വാഴ്ച വരെ കൊടും തണുപ്പിൽ തന്നെ തുടരുമെന്ന് വ്യക്തമാകുന്നു. അതിനാൽ ഈ ദിവസം വരെ തണുപ്പ് കാലാവസ്ഥാ ആരോഗ്യ മുന്നറിയിപ്പുകൾ ദീർഘിപ്പിച്ചിട്ടുമുണ്ട്. വെള്ളിയാഴ്ച രാത്രി സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ ആട്നഹാരയിൽ -18.9 സെൽഷ്യസ് രേഖപ്പെടുത്തിയതാണ് ഏറ്റവും തണുപ്പേറിയ കാലാവസ്ഥ. കംബ്രിയയിലെ ഷാപ്പിൽ -11 സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ ഹീത്രൂ വിമാനത്താവളത്തിൽ -5 സെൽഷ്യസ് താപനിലയാണ് നേരിട്ടത്. വർഷത്തിലെ ഈ സമയത്ത് ഇംഗ്ലണ്ടിൽ രേഖപ്പെടുത്തുന്ന ശരാശരി താപനില 1.5 സെൽഷ്യസ് മുതൽ 1.6 സെൽഷ്യസ് വരെയാണ്. ഫ്രീസിംഗ് കാലാവസ്ഥയിൽ ഉടനീളം പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഗ്യാസ് സ്റ്റോക്ക് ഉണ്ടെന്ന് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ നാഷണൽ ഗ്യാസ് വ്യക്തമാക്കി. സ്റ്റോക്ക് ആശങ്കപ്പെടുത്തുന്ന വിധം താഴ്ന്നതായി കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടനിലെ 8 പ്രധാന ഗ്യാസ് സ്റ്റോറേജ് സൈറ്റിലും സ്ഥിതി ആരോഗ്യകരമാണ് എന്നാണ് വക്താവ് പറയുന്നത്. ഒരാഴ്ച ഉപയോഗിക്കാനുള്ള ഗ്യാസ് മാത്രമാണ് യുകെയുടെ ശേഖരത്തിലുള്ളത് എന്ന് എനർജി വമ്പൻ സെൻട്രിക്ക വെള്ളിയാഴ്ച ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തണുപ്പ് കാലാവസ്ഥ നീണ്ടു നിൽക്കുന്നത് യുകെയുടെ എനർജി ശേഖരത്തിൽ കാര്യമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വലിയ പ്രതീക്ഷകളുമായി അധികാരത്തിലേറിയ കീർ സ്റ്റാർമർ സർക്കാർ മാസങ്ങൾക്കുള്ളിൽ തന്നെ ജനപ്രീതി കുറഞ്ഞ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാന കാരണം ചാൻസലർ റേച്ചൽ റീവ്സിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളാണ്. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ടാക്സ് കൂട്ടി പിടിച്ചു നിർത്താനുള്ള ശ്രമമായിരുന്നു ചാൻസലറുടേത്. മുൻ സർക്കാരുമായി ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാൻ സഹകരിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ അപേക്ഷ. ഒടുവിൽ ജനത്തിന് വലിയ സമ്മർദ്ദം നൽകി വലിയ തോതിൽ നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിൽ ചാൻസലർ പരാജയപ്പെടുന്നതായി പാർട്ടിയിൽ തന്നെ അഭിപ്രായം ഉയരുന്നുമുണ്ട്. രാജ്യത്തെ സാമ്പത്തിക അവസ്ഥയെ മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടി കൈക്കൊള്ളേണ്ട അവസ്ഥയുമാണിത്. സമ്പദ് വ്യവസ്ഥയിൽ വളർച്ചയുണ്ടാക്കാൻ കഴിയാത്തതും പണപ്പെരുപ്പവും തിരിച്ചടിയായാണ് മാറുന്നത്. ടാക്സ് കൂട്ടിയും ചെലവ് ചുരുക്കിയും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വികസനത്തിലൂന്നിയും NHSനെ രക്ഷിച്ചും തൊഴിലാളികൾക്ക് മികച്ച വേതനം വാഗ്ദാനം ചെയ്തുമുള്ള സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിൻബലമേകാനുള്ള സാമ്പത്തിക അവസ്ഥ സർക്കാരിനില്ല എന്നതും വ്യക്തമാണ്. റേച്ചൽ റീവ്സിന്റെ നയങ്ങളിൽ അതൃപ്തി വന്നതോടെ പ്രധാനമന്ത്രി ഇനി എന്ത് തീരുമാനിക്കുമെന്നതും നിർണായകമായിട്ടുള്ള സാഹചര്യമായി തുടരുന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കച്ചവടം പൊടിപിടിച്ചതോടെ ജീവനക്കാർക്ക് സർപ്രൈസ് സമ്മാനവുമായി സെയിൻസ്ബറി. ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വിൽപ്പനയാണ് ഇക്കുറി നടന്നത് എന്ന് വ്യക്തമാക്കുന്നു. അതിനാൽ ജീവനക്കാർക്ക് വേതനം 5% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സെയിൻസ്ബറി. യുകെയിലെ രണ്ടാമത്തെ വലിയ സൂപ്പർമാർക്കറ്റ് ശൃംഖല എന്ന പദവിയിലുള്ള സെയിൻസ്ബറിയുടെ തീരുമാനത്തിൽ ജീവനക്കാർ വളരെ തൃപ്തരുമാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2016 ശേഷമുള്ള ഏറ്റവും മികച്ച വരുമാനമാണ് എന്നാണ് ടെസ്കോ വെളിപ്പെടുത്തുന്നത്. കൂടുതൽ ലാഭമുണ്ടാക്കിയെന്ന് ഓഹരി ഉടമകളെ അറിയിച്ചിരുന്നു. ഏതായാലും സെയിൻസ്ബറിയിലെ 1,18,000 ജീവനക്കാർക്ക് വരുന്ന ഓഗസ്റ്റോടെ പുതുക്കിയ വേതനം ലഭ്യമാകുമെന്നും സെയിൻസ്ബറി അറിയിക്കുന്നു. NHS ടെസ്റ്റുകൾ നടപ്പിലാക്കുന്ന റിക്രൂട്ട്മെന്റ് ഫ്രീസിംഗ് രോഗികളെ അപകടത്തിലാക്കുന്നുവെന്ന് റിപ്പോർട്ട്. NHS സ്കാനിംഗ്, ക്യാൻസർ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫ്രീസിംഗ് മൂലമാണ് ഈ അപകടം ഉടലെടുത്തിരിക്കുന്നത് എന്നാണ് റോയൽ കോളേജ് ഓഫ് റേഡിയോളജിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നത്. NHS ടെസ്റ്റുകൾ പണം ലാഭിക്കാനായാണ് ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ആളുകളെ നിയോഗിക്കാത്തത് എന്നാണ് കോളേജ് പറയുന്നത്. എന്നാൽ ഇത് വെയിറ്റിംഗ് സമയം വെട്ടിക്കുറയ്ക്കാനും ക്യാൻസർ നേരത്തെ തിരിച്ചറിയുന്നതിനും തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും പറയപ്പെടുന്നു. നാഷണൽ NHS ബോഡികൾ ഏർപ്പെടുത്തിയ ഫ്രീസിംഗ് പുതിയ ട്രെയിനികളെയും കൺസൾട്ടന്റുമാരെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെയും നിയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുകയാണ് എന്ന് RCR പറഞ്ഞു. NHS വെയിറ്റിംഗ് ലിസ്റ്റ് വെട്ടിക്കുറയ്ക്കാനും MRI, കൊളനോസ്കോപ്പി, ബോൺ സ്കാനുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ ആഴ്ച പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ജീവനക്കാരുടെ സെൻസസിന്റെ പ്രാഥമിക ഡേറ്റ പ്രകാരം ഇംഗ്ലണ്ടിലെ 20% NHS ടെസ്റ്റുകൾ റിക്രൂട്ട്മെന്റ് ഫ്രീസിംഗ് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. തങ്ങളുടെ NHS ടെസ്റ്റിൽ കൺസൾട്ടന്റ് റിക്രൂട്ട്മെന്റ് ഫ്രീസിംഗ് നിലനിൽക്കുന്നതായി 24% ക്യാൻസർ സെന്റർ ഹെഡുമാരും പറയുന്നുണ്ട്. 19% റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ ഡയറക്ടർമാരും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. 2025 ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ 195 സ്ഥലങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാൻ ഉടമകളെ സഹായിക്കുന്നുവെന്നും സിംഗപ്പൂർ പാസ്പോർട്ട് 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. 193 രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ സന്ദർശനം ഉറപ്പു നൽകുന്ന ജപ്പാൻ പാസ്പോർട്ടാണ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത്. 192 രാജ്യങ്ങളിലേക്കുള്ള വിസ ഫ്രീ സന്ദർശനം ഉറപ്പാക്കുന്ന ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾ 3ാം സ്ഥാനത്തുണ്ട്. ഇതിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നിവർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താഴോട്ട് വന്നിരിക്കുകയാണ്. ഓസ്ട്രിയ, ഡെൻമാർക്ക്, അയർലൻഡ്, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ എന്നീ 7 രാജ്യങ്ങളെ പാസ്പോർട്ട് ഉപയോഗിച്ച് 191 രാജ്യങ്ങളിൽ മുൻകൂർ വിസയില്ലാതെ സന്ദർശനം നടത്താം. ഈ 7 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തെത്തി. ഈ വർഷം 5ാം സ്ഥാനത്താണ് ബ്രിട്ടൻ. ബെൽജിയം, ന്യൂസിലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കൊപ്പം ബ്രിട്ടീഷുകാർക്കും 190 ഇടങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാം. ഇന്ത്യയുടെ സ്ഥാനം 85ാമതാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി. ശബരിമലയിലെ മകരവിളക്ക്, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മകരശ്രീവേലി എന്നിവയും നാളെയാണ്.
മകരജ്യോതി ദർശിച്ച ശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയിൽ രാത്രി യാത്ര ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്നും അവർ പറയുന്നു. തീർത്ഥാടകർ പുല്ലുമേട്ടിൽ മകരവിളക്ക് ദർശിച്ച ശേഷം തിരികെ സത്രത്തിലേക്ക് മടങ്ങണമെന്ന് കളക്ടർ അറിയിക്കുന്നു. അടുത്ത ദിവസം രാവിലെ മാത്രമേ സന്നിധാനത്തേക്ക് യാത്ര അനുവദിക്കാനാകൂ. ശബരിമലയിൽ നിന്ന് പുല്ലുമേട്ടിലേക്ക് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ യാത്ര ചെയ്യാം. മകരജ്യോതി കണ്ട ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ തടയാൻ പോലീസും വനം വകുപ്പും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തിയാണ് കരുതൽ നടപടിയെന്നും എല്ലാ തീർത്ഥാടകരും സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിക്കുന്നു. അതേസമയം മകരവിളക്ക് ദർശിക്കാൻ പാണ്ടിത്താവളത്തിലും സമീപ വ്യൂ പോയിന്റുകളിലും തമ്പടിക്കുന്ന അയ്യപ്പ ഭക്തർക്കായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അന്നദാന വിതരണം നടത്തും. പ്രധാന അന്നദാന മണ്ഡപത്തിൽ നിന്നുള്ള ഭക്ഷണം ഇവിടെ എത്തിച്ചാണ് വിതരണം ചെയ്യുക. ഇതിനായി പാണ്ടിത്താവളത്തിൽ 2 താൽക്കാലിക അന്നദാന മണ്ഡപങ്ങൾ സജ്ജമാക്കി. മകരവിളക്ക് ദർശിക്കാനെത്തുന്ന ഭക്തർ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അടുപ്പ് കൂട്ടരുതെന്ന് കർശന നിർദ്ദേശം ഉണ്ട്. സംസ്ഥാനത്തെ ഞെട്ടിച്ച പത്തനംതിട്ട പീഡനക്കേസിലെ അതിജീവിതയായ പെൺകുട്ടിയെ ആശുപത്രി മോർച്ചറിക്കടുത്ത് വെച്ചും കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പോലീസ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മോർച്ചറിക്ക് സമീപം വെച്ചാണ് 4 പേർ ചേർന്ന് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. 2024 ജനുവരിയിലാണ് സംഭവം. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചും പീഡനത്തിന് പെൺകുട്ടി ഇരയായിട്ടുണ്ട്. അതിനിടെ 7 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. 3 പേർ കസ്റ്റഡിയിലുമുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 27 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇലവന്തിട്ട പോലീസ് ഞായറാഴ്ച 9 FIR ആണ് കുട്ടിയുടെ മൊഴി പ്രകാരം രജിസ്റ്റർ ചെയ്തത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇലവന്തിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 6 പേരും പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത 7 കേസുകളിലെ 21 പേരുമാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് ചോദ്യം ചെയ്യലിന് ശേഷമാകും രേഖപ്പെടുത്തുക. പത്തനംതിട്ട പോലീസ് എടുത്ത കേസിൽ പിടിയിലായ 4 പേർ പ്രായപൂർത്തി ആകാത്തവരാണ്. ഇനി സ്പോർട്സ് വാർത്തകൾ. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയയുടെ 15-അംഗ പ്രാഥമിക ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെ കണങ്കാലിന് പരിക്കേറ്റെങ്കിലും പാറ്റ് കമ്മിൻസ് തന്നെയാണ് ഓസ്ട്രേലിയയെ ചാമ്പ്യൻസ് ട്രോഫിയിലും നയിക്കുക. മാറ്റ് ഷോട്ടും ആരോൺ ഹാർഡിയും ബിഗ് ബാഷ് ലീഗിൽ മികച്ച ഫോമിലുള്ള പേസർ നഥാൻ എല്ലിസും 15-അംഗ ടീമിൽ ഇടം നേടി. ഇനി പൗണ്ട് വിനിമയ നിരക്ക് 104.85 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.